മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന +1 ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ആ ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് 2 ഭാഗങ്ങളുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ലിമിറ്റ് എന്താണെന്ന് പഠിക്കും. സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റ്. ആദ്യം എന്താണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത്. അത് വളരെ സിമ്പിളാണ്. എടാ ഞാനേ ഒരു ഫംഗ്ഷൻ എടുക്കുവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 3x+2. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എക്സിന് ശ്രദ്ധിച്ചോളേ, എക്സിന് ഞാൻ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുവാണ്. എക്സിന് ഞാൻ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുവാണ്. അപ്പോൾ നോക്കിയേ, ശ്രദ്ധിച്ചേ, എഫ് ഓഫ് 1 ഈക്വൽ ടു എന്താണ്? 3x+2 ആണ്. എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ 3 × 1+2, അതായത് 3+2. ആൻസർ എത്ര കിട്ടിയടാ? 5 കിട്ടി. അതായത് എക്സിന് ഞാൻ 1 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടിയടാ? 5 കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സിൻ്റെ വാല്യൂ ഞാൻ 1ലേക്ക് അടുപ്പിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, എക്സിൻ്റെ വാല്യൂ ഞാൻ 1ലേക്ക് അടുപ്പിക്കുമ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏത് നമ്പറിലേക്കാണ് എടുക്കുന്നത്? 5 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 1ലേക്ക് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 5ലേക്കാണ്, 5ലേക്കാണ് എടുക്കുന്നത്. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലിമിറ്റ്. അതായത് സിമ്പിളാണ്. ഇവിടെ നോക്കിയേ, ഞാൻ ഇങ്ങനെ പറയുവാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഞാൻ നിങ്ങളോട് പറയുവാണ്, ഞാൻ എക്സിൻ്റെ വാല്യൂ 1ലേക്ക് അടുപ്പിക്കുവാണ്. എന്നാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും? ഈ എക്സിൻ്റെ വാല്യൂ ഞാൻ 1ലേക്ക് അടുപ്പിക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ മീനിങ്, അർത്ഥം. നമ്മളോട് ചോദിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 1ലേക്ക് അടുപ്പിക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകുമെന്നാണ് ചോദിക്കുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും? 5ലേക്ക് പോകും. ഇതാണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ഒന്ന് നോക്കിയേ. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇവിടെ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ 2ലേക്ക് പോകുമ്പോൾ ആ ഫംഗ്ഷൻ എങ്ങോട്ട് പോകുമെന്നാണ് ചോദിക്കുന്നത്. അത് ചിലപ്പോൾ 10ലേക്കായിരിക്കും പോകുന്നത്. പൊയ്ക്കോട്ടെ, നമ്മുടെ പ്രശ്നമല്ല. അപ്പോൾ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 7 എഫ് ഓഫ് എക്സ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എക്സിൻ്റെ വാല്യൂ 7ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് പോകുമെന്നാണ് ചോദിക്കുന്നത്. അത് ചിലപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഞാൻ വെറുതെ 100 എഴുതിയെന്ന് മാത്രം. അപ്പോൾ ലിമിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറേ ലിമിറ്റുകൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പാണ് ഇത്. എന്താണ്? ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻ. വളരെ സിമ്പിള്. എന്താണ്? ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻ. സിമ്പിൾ സാധനം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എടാ, പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതുന്ന സാധനങ്ങൾ: x² + 5x + 8, അല്ലെങ്കിൽ 3x³ - 4x² + 3x - 8. അതായത് ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എക്സ് അല്ലെങ്കിൽ വൈ, ഏതെങ്കിലും ഒരെണ്ണം, ലെറ്റർ ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഒന്നെങ്കിൽ എക്സിൽ എഴുതാം, അല്ലെങ്കിൽ വൈയിൽ എഴുതാം, അല്ലെങ്കിൽ പിയിൽ എഴുതാം. ഇഷ്ടമുള്ളതിൽ എഴുതിക്കോ. അത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. നോക്ക്, 3x + 2 ഇതൊരു പോളിനോമിയലാണ്. x² - 5x + 7 ഇതൊരു പോളിനോമിയലാണ്. ഇനി വൈയിൽ എഴുതണമെങ്കിലോ y³ - 3y + 2 ഇതൊരു പോളിനോമിയലാണ്. അതായത് ഓരോ ടേമുകൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പോളിനോമിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളോട് ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. നോക്കിയത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² + 5x + 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പോളിനോമിയലിന്റെ ആണ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാമോ? വളരെ സിമ്പിളാണ്. ഇവിടെ എക്സിന് പകരം ഈ ലിമിറ്റ് എങ്ങോട്ടാണോ പോകുന്നത് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് 1ലേക്കല്ലേ പോകുന്നത്, അപ്പോൾ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കടാ, ഇവിടെ x² എന്ന് പറയുമ്പോൾ 1², 5 × x എന്ന് പറയുമ്പോൾ 1 + 2. 1² എന്ന് പറഞ്ഞാൽ 1 വന്നു, 5 × 1 5 വന്നു, 2. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 6 + 2 8 എന്ന് തോന്നുന്നു. സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് തരും. നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² + 3x.
ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യും? എടാ ഈ എക്സിന് പകരം നമ്പർ എങ്ങോട്ടാണോ പോകുന്നത് അത് വെറുതെ പ്ലേസ് ചെയ്താൽ മതി. നോക്ക്, എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വിട്ടുവിടാ? 3² പ്ലസ് 3 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 3² 9 ആണ്. 3 × 3 9 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 18 എന്ന് ആൻസർ വന്നു. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ മോഡൽ 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പോളിനോമിയൽ ഫംഗ്ഷൻ വന്നാൽ ഡയറക്റ്റ് ആ നമ്പർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. നോക്കടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ അല്ലേ? 1 ഇട്ട് കൊടുക്കുമ്പോൾ അപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലെ? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എക്സിന് പകരം ഡയറക്റ്റ് 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1² മൈനസ് എക്സിന് പകരം വീണ്ടും 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 പ്ലസ് 1. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? 1² 1 ആണ്, -1 ഉണ്ട്, ഒരു +1 ഉണ്ട്. 1 - 1 0 ആണ്. അപ്പൊ 0 + 1 ആൻസർ എന്ത് കിട്ടിയടാ? 1. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വീണ്ടും ഒരു പോളിനോമിയൽ. ക്വസ്റ്റ്യൻ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ + 5. പോളിനോമിയൽ തന്നെയല്ലേ? പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 3³ + 5. 3³ എത്രയാണ്? 27 ആണ് അല്ലെ? 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 27 പ്ലസ് 5 വന്നു. ആൻസർ എത്ര കിട്ടും? 32. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. നോക്ക്, അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത എന്താണ്? സെക്കൻഡ് ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവുകയാണ്. പോകാം. അപ്പൊ ആദ്യത്തെ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ശ്രദ്ധിച്ചോളണം, റാഷണൽ ഫംഗ്ഷൻ. എന്താണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷന്റെ മുകളിലും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വരും, താഴെയും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വരും. കേട്ടല്ലോ? മുകളിലും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വരും, താഴെയും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വരും. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? അതേ നോക്ക്, f(x) = x² + 5x + 8 / 3x + 2. ഇതൊരു പോളിനോമിയൽ അല്ലേ? അല്ല, ഇതൊരു റാഷണൽ ഫംഗ്ഷൻ അല്ലേ? എടാ, മുകളിലും താഴെയും വന്നാൽ റാഷണൽ ഫംഗ്ഷൻ ആണ്. മുകളിലും താഴെയും വന്നാൽ റാഷണൽ ഫംഗ്ഷൻ ആണ്. മുകളിലും ഒരു പോളിനോമിയൽ ആയിരിക്കണം, താഴെയും ഒരു പോളിനോമിയൽ ആയിരിക്കണം. നോക്ക്, f(x) = 3x + 1 / 2x - 2 അല്ലെ? ഇതെന്താണ്? മുകളിലും പോളിനോമിയൽ, താഴെയും പോളിനോമിയൽ. അപ്പൊ റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലും താഴെയുമായിട്ട് വരുന്ന ഫംഗ്ഷനുകളെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഓക്കെ അല്ലേ? x² + 3x / 5x + 2. എങ്ങനെ കണ്ടുപിടിക്കാം? എടാ, ഇപ്പൊ ചെയ്തതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിലും ഇവിടെ നേരെ എക്സിന് പകരം 2 ഇട്ട് കൊടുത്തോ നിങ്ങൾ, ഒരു കുഴപ്പമില്ല. നമ്മൾ പോളിനോമിയൽ ചെയ്ത പോലെ തന്നെ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കൂ, എക്സിന് പകരം 2 ഇട്ട് കൊടുക്ക്. അപ്പൊ എന്ത് കിട്ടും? x² എന്ന് പറഞ്ഞാൽ 2a² + 3 × x എന്ന് പറഞ്ഞാൽ 2 / 5 × x എന്ന് പറഞ്ഞാൽ 2 + 2. ഓക്കെ അല്ലേ? എക്സിന് പകരം എല്ലായിടത്തും 2 ഇട്ട് കൊടുത്തു. 2² 4 + 3 × 2 6 / 5 × 2 10 + 2. 4 + 6 എത്രയാടാ? 10 / 12 എന്ന് വരും. കേട്ടല്ലോ? വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 5/6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പഴയ മോഡൽ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ടൈപ്പ് 2 എന്നും പറഞ്ഞ് പഠിച്ചേക്കുന്നത്? അതിനൊരു കാര്യം ഉണ്ടോ? അതിപ്പോ വരും, അപ്പൊ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. നോക്ക്, മുകളിലും താഴെയായിട്ടാണ് വരുന്നത്, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. എന്താണ്? x² + 1 / x + 100. ഓക്കെ അല്ലേ? മുകളിലും താഴെയാണ്, റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പൊ നോക്ക്, എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ 1² + 1 / x 1 + 100. 1² എത്രയാണ്? 1 + 1 / 1 + 100. ആൻസർ അപ്പൊ എന്ത് വരും? 1 + 1 എത്രയാടാ? 2 / 100 ഉം 1 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 101. സിമ്പിൾ അല്ലേ? ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² + 9
ബൈ എക്സ് പ്ലസ് 10. ഇവിടെയും എക്സിന് വരും, മുകളിലും താഴെയും റാഷണൽ ഫംഗ്ഷൻ ആണ്, എക്സിന് വരും 3 ഇട്ട് കൊടുത്തു, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആൻസർ എന്ത് വന്നതാണ് നോക്ക്, എക്സിന് വരും 3 ഇട്ട് കൊടുക്കുമ്പോൾ 3² പ്ലസ് 9 ബൈ 3 പ്ലസ് 10. 3² എത്രയാണ് 9, 9 പ്ലസ് 9 ബൈ 3 പ്ലസ് 10 എന്ന് വരും. 9 പ്ലസ് 9 18 ആണ്, 3 പ്ലസ് 10 13 ആണ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിക്കുന്നത് എന്തിനാണ് ഞാൻ ഈ ടൈപ്പ് 2 എന്ന് കൊടുക്കാൻ കാര്യം? അതിൻ്റെ കാര്യം ഇതാണ്. ഇതൊന്ന് ചെയ്തേ, വളരെ സിമ്പിൾ. മുകളിലും താഴെയായിട്ടാണ് ഫംഗ്ഷൻ വരുന്നത്. നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 കൊടുത്തു, x² മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. അപ്പോൾ നമ്മൾ ചെയ്തതുപോലെയാണെങ്കിൽ എന്ത് ചെയ്യണം, എക്സിന് പകരം 2 ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കടാ, എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ 2² മൈനസ് 4 ബൈ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 മൈനസ് 2. 2² എത്രയാണ് 4 മൈനസ് 4 ബൈ 2 മൈനസ് 2. ഈ 4 മൈനസ് 4 0 ആണ്, ബൈ 0 വന്നു. എടാ 0 ബൈ 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈ 0 എന്ന് പറഞ്ഞാൽ അതൊരു നോട്ട് ഡിഫൈൻഡ് ഫോം ആണ്, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയും. എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയും. ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയും. ഇൻഡിറ്റർമിനേറ്റ് ഫോം കേട്ടല്ലോ, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ഫോം എന്ന് പറയും. അതായത് താഴെ ഒരിക്കലും 0 വരാൻ പാടില്ല. 0 വന്നാൽ, താഴെ 0 വന്നാൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് 2 എന്ന് ഇതിന് പേര് കൊടുക്കാൻ കാര്യം. നിങ്ങൾ നേരെ ഡയറക്റ്റ് കൊടുത്തോ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ 0/0 വരുന്നത്, അപ്പോൾ നമ്മളൊന്ന് മാറ്റണം അതിനെ. 0/0 എന്നും പറഞ്ഞ് എഴുതിയ ആൻസർ വെക്കരുത്. 0/0 എന്ന് വരാൻ പാടില്ല, തെറ്റാണെന്നല്ല, വരാൻ പാടില്ല. അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, നോട്ട് ഡിഫൈൻഡ് ഫോം ആണ്, അതങ്ങനെ വരാനേ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തതിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ അവനൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കും. അതെങ്ങനെയാണെന്ന് അറിയാവോ? എടാ ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ നോക്ക്, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, a² മൈനസ് b². 2 നമ്പറുകളുടെ സ്ക്വയർ മൈനസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നോക്ക്, x² മൈനസ് 3² എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അതുപോലെ x² മൈനസ് 4² എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് എഴുതാം. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു a² മൈനസ് b² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്തെഴുതുവാണേ. നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഇവിടെ x² മൈനസ് 4 എന്ന് വന്നു ബൈ എക്സ് മൈനസ് 2. ഓക്കെ അല്ലേ? ഇവിടെ നോക്കടാ, ഇവിടെ ഒരു 4 ആണ് വന്നേക്കുന്നത്. അതിനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, x² മൈനസ് 4നെ ഞാൻ 2² എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ബൈ എന്താണ്? എക്സ് മൈനസ് 2. ഇനി നമ്മൾ പഠിച്ച കാര്യം വെച്ച് x² മൈനസ് 2² എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം അല്ലേ? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. അതൊന്ന് എഴുതിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്താടാ? ഈ x² മൈനസ് 2² നമ്മൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതി. താഴെ ആരണ്ടാ? ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. ഇനി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേടാ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നോക്ക്, താഴെയും ഒരു എക്സ് മൈനസ് 2 ഉണ്ട്, മുകളിലും ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. അപ്പൊ താഴത്തെ എക്സ് മൈനസ് 2 പോയി. എടാ താഴത്തെ എക്സ് മൈനസ് 2 പോയി കഴിഞ്ഞാൽ താഴത്തെ 0 പോകും. ഈ താഴത്തെ 0യാണ് നമ്മളുടെ പ്രശ്നക്കാരൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താഴത്തെ 0 പോയി, അവനെ കളയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാറ്റി എഴുതിയത്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ബാക്കി ആരണ്ടാ? അത് ഈ എക്സ് പ്ലസ് 2 മാത്രമല്ലേ ഉള്ളു, എക്സ് പ്ലസ് 2 മാത്രമല്ലേ ഉള്ളു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ, ഇത് സാധാ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയില്ലേ, ഫസ്റ്റ് ടൈപ്പ്. എന്താണ്? എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ പറ, 2 പ്ലസ് ഒരു 2 ഉണ്ട്, 2 പ്ലസ് 2 എത്രയാണ്? 4. സിമ്പിൾ സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ 0/0 വരുന്നത്, അപ്പോൾ നിങ്ങൾ ഇതിനെ മാറ്റിയൊക്കെ എഴുതണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. 0/0 ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ടൈപ്പ് 2 എന്ന് വിളിച്ചത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ഇതേ ശ്രദ്ധിച്ചു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, x² മൈനസ് 9 ബൈ
എക്സ് മൈനസ് ത്രീ. ഓക്കെ അല്ലേ? ഇനി എക്സിന് പകരം 3 ഇട്ട് കൊടുക്കാം. നോക്ക്, 3 ഇട്ട് കൊടുക്കുമ്പോൾ 3² മൈനസ് 9/3 മൈനസ് 3. 3² 9 ആണ്. 9 മൈനസ് 9/3 മൈനസ് 3. 9 മൈനസ് 9 0 ആണ്. 3 മൈനസ് 3 0 ആണ്. നോട്ട് ഡിഫൈൻഡ് ഫോം വന്നു, അല്ലെങ്കിൽ എന്താണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? മാറ്റണം. ഇതിനെ മാറ്റാം. സിമ്പിൾ പരിപാടി. എങ്ങനെയാണ് ഇതിനെ മാറ്റുന്നത്? ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് എഴുതുവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² മൈനസ് 9/x മൈനസ് 3. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² മൈനസ് 9 ഞാൻ 3² എന്ന് എഴുതി. താഴത്തെ എന്താണ്? എക്സ് മൈനസ് 3. ഇനി നോക്കിയേ, x² മൈനസ് 3² എനിക്ക് x+3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇതിന് ഞാൻ x+3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതി. താഴെ ഒരു എക്സ് മൈനസ് 3. ഓക്കെ അല്ലേ? ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x+3. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനായി. എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3+3 ആൻസർ എത്ര വന്നടാ? 6. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് പോകാം. കാരണം ടൈപ്പ് 3 പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേ ശ്രദ്ധിച്ചാടാ. ലിമിറ്റ്, ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് എയിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെ വരുന്നത് ഈ എക്സ് ടെൻസ് ടു എ അല്ലേ, x⁻n മൈനസ് a⁻n ആണെന്ന് വിചാരിച്ചു. എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് അത് തന്നെ ഒരേ പവറിൽ വരണം, ബൈ താഴെ പവർ ഇല്ലാതെയും വരണം. കേട്ടല്ലോ? എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് അത് രണ്ടും സെയിം പവറിൽ മേലെ വരണം, താഴെ പവർ ഇല്ലാതെയും വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇവിടെ പവർ വന്നിട്ടുള്ള നമ്പർ ഏതാണോ n, പിന്നെ ഇവിടെ ടെൻഡ് ചെയ്യുന്ന എ അല്ലെങ്കിൽ ഈ നമ്പർ കേട്ടല്ലോ, a⁻, പിന്നെ എന്താണ്, എന്നിൽ നിന്ന് 1 കുറച്ച് എഴുതുക. ഇതാണ് ഇക്വേഷൻ. നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആടാ. ഇവിടെ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഓക്കെ അല്ലേ? x⁻⁴ മൈനസ് 2⁻⁴ x മൈനസ് 2. ഓക്കെ അല്ലേ? നോക്ക് എക്സ് 2ലേക്ക് പോയി, അത് തന്നെ കുറച്ച് ഇവിടെ വന്നു എക്സ് മൈനസ് 2. അതിൻ്റെ പവർ രണ്ടും സെയിം ആണ്, അത് പവർ ഇല്ലാതെ താഴെ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? പവർ വന്നിട്ടുള്ള n⁻n−1 ആണ് കൊടുക്കേണ്ടത്. പവർ വന്നിട്ടുള്ള നമ്പർ നോക്കുക 4. നമ്പർ ഏതാണ് നോക്കുക? എ. ടെൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക? എ. അതെത്രയാണ്? 2 അല്ലേ? 2 ഈ 4-നേക്കാളും 1 കുറവ്, 4-1. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 4 × 2⁻⁴ എന്ന് പറഞ്ഞാൽ ക്യൂബ്. ഇപ്പോൾ 4 × 2 ക്യൂബ് 8. 8 × 4 എത്രയാണ്? 32. വളരെ സിമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കണം. അതേ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² മൈനസ് 3² നോക്ക് എക്സ് മൈനസ് 3. ഓക്കെ അല്ലേ? എക്സ് 3ലേക്ക് പോയി, ആ എക്സ് മൈനസ് 3 മുകളിൽ വന്നു, എക്സ് മൈനസ് 3 തന്നെ താഴെ വന്നു, മുകളിലത്തെ പവർ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? n⁻n−1. ഓക്കെ, സിമ്പിൾ കാര്യം. അപ്പോൾ എന്ത് വന്നു? n എന്ന് പറഞ്ഞാൽ പവർ 2 × a എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത്? 3⁻2−1. അപ്പോൾ നോക്ക്, 2 × 3⁻2−1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 2 × 3 ആൻസർ എത്ര കിട്ടി? 6. സിമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³ മൈനസ് 8/x മൈനസ് 2. നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. എക്സ് ടെൻസ് ടു 2 വന്നിട്ടുണ്ട്, താഴെയും വന്നിട്ടുണ്ട്, പക്ഷെ മുകളിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ 8-നെ നമ്മൾ ഈ x³ പോലെ ഈ 2ൻ്റെ ക്യൂബായിട്ട് എഴുതാൻ പറ്റുമോ നോക്കിയാൽ മതി. 2³ എന്ന് പറഞ്ഞാൽ 8 അല്ലടാ. അപ്പോൾ 8-ന് പകരം 2³ എഴുതാമല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ ചേഞ്ച് ആയി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³ മൈനസ് 8-നെ നമ്മൾ എന്തെഴുതി? 2³ എന്ന് എഴുതി. സിമ്പിൾ. ബൈ എന്താണ്? എക്സ് മൈനസ് 2. ഓക്കെ അല്ലേ? ഇപ്പം നോക്കണം, ഇപ്പം സെയിം ആയില്ലേ? ടെൻഡ് ചെയ്ത് 2 x മൈനസ് 2 താഴെ വന്നു, പവർ രണ്ടും സെയിം. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ n⁻n−1. സിമ്പിൾ കാര്യം. വിച്ച് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ പവർ 3 ഇൻറ്റു എന്താണ്, എങ്ങോട്ടാണോ ടെൻഡ് ചെയ്തത്? 2 പവറിനേക്കാളും 1 കുറവ്, 3−1. അപ്പോൾ 3 × 2⁻³ എന്ന് പറഞ്ഞാൽ 2. 3 × 2² എന്ന് പറഞ്ഞാൽ 4. 4 × 3 ആൻസർ എത്ര വന്നു? 12. സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്ക്, ലിമിറ്റ്
എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 10 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ഓക്കെ അല്ലേടാ? എടാ എക്സ് റൈസ് ടു 10 ഓക്കെ, എക്സ് താഴെ എക്സ് മൈനസ് 1 ഓക്കെ, മുകളിൽ എക്സ് റൈസ് ടു 10 മൈനസ് 1 ആണ്. പക്ഷെ അവിടെ വരേണ്ടത് എന്താണ്? 1 റൈസ് ടു 10 ആണ്. എടാ 1 റൈസ് ടു 10 എടുത്താൽ ആൻസർ എന്ത് കിട്ടും? 1ന്റെ ഏത് പവർ എടുത്താലും 1 എന്നല്ലേ കിട്ടുള്ളൂ. 1 റൈസ് ടു 100 എടുത്താൽ, 1 റൈസ് ടു 5 എടുത്താൽ, 1 റൈസ് ടു 6 എടുത്താൽ എല്ലാം 1 എന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ 1നെ വേണമെന്നെങ്കിൽ നമുക്ക് 1 റൈസ് ടു 10 എന്ന് എഴുതാം. അപ്പോൾ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 10 മൈനസ് 1ന് ഞാൻ 1 റൈസ് ടു 10 എന്ന് എഴുതി. എങ്കിലേ നമുക്ക് ഈ ഫോം കിട്ടുള്ളൂ. ഇത് രണ്ടും സെയിം ആവണം അല്ലേ? ഇത് രണ്ടും സെയിം ആവണം. ഓക്കെ, താഴെ എക്സ് മൈനസ് 1 അതുപോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഫോമായി എൻ എ റൈസ് ടു എൻ മൈനസ് 1. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പോൾ നോക്ക്, എൻ എന്ന് പറഞ്ഞാൽ പവർ 10 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ ടെൻഡ് ചെയ്തത് 1. ഇനി എന്താണ് 10ൽ നിന്ന് 1 കുറയ്ക്കുക. ഇപ്പോൾ 10 ഇൻറ്റു 1 റൈസ് ടു എത്രയാണ്? 9. 10 ഇൻറ്റു 1ന്റെ 9ാമത്തെ പവർ 1 തന്നെയാണ്. അപ്പോൾ 10 ഇൻറ്റു 1 ആൻസർ എത്ര വന്നു? 10 10 10. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇത് അടുത്തത് ടൈപ്പ് ഏതാണ്? ടൈപ്പ് 4 ആയില്ലേ? ടൈപ്പ് 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അതായത് ഇതും ഒരു ഇക്വേഷൻ ആണ്, ശ്രദ്ധിച്ചോളണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കേട്ടല്ലോ. ഇനി എന്ത് വന്നു? സൈൻ എക്സ് വന്നെന്ന് വിചാരിച്ചു. ഇനി ഈ താഴെ എക്സിന്റെ സൈനിന്റെ അകത്ത് ഏത് ആംഗിൾ ആണോ വന്നത് അത് തന്നെ താഴത്ത് വന്നെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. വളരെ സിമ്പിൾ. ഇതിന്റെ കോസ് വെച്ചുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഈ സൈൻ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ നോക്ക്, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ചെയ്യും? നോക്ക്, നിങ്ങളോട് ചോദിക്കുവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വരണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താണ്? സൈൻ 10x വന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ താഴെ എന്ത് തന്നെ വരണം? 10x വരണം. ഇതിന്റെ ആൻസർ ആണ് എന്ത്? 1. സിമ്പിൾ. ഓക്കെ, ഇനി വേറൊന്നും നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വന്നു, സൈൻ 6x വന്നാൽ താഴെ എന്ത് വരണം? 6x തന്നെ വരണം. ഈക്വൽ ടു എന്താണ്? 1. സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ 3x. ഓക്കെ അല്ലേ? ടെൻസ് ടു 0 ആണ്. ഇവിടെ വന്നത് തന്നെ ഇവിടെയും വന്നു, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? 1. ഓക്കെ അല്ലേ? ഇനി നമ്മളെ കുഴപ്പിക്കാൻ ചിലപ്പോൾ ഇത് ഇങ്ങനെ വരും. നോക്കടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മുകളിൽ സൈൻ 5x വന്നു, താഴെ 5x വരണം, പക്ഷെ എക്സ് മാത്രമേ വന്നുള്ളൂ. എന്ത് ചെയ്യും? വളരെ സിമ്പിളാടാ. താഴെ ആരാ വരേണ്ടത്? 5x വന്നു, അപ്പൊ താഴെ 5x വരണം. അപ്പൊ താഴെ x ഉണ്ട്, അപ്പൊ ഒരു 5 വരാൻ ഞാനൊരു 5 മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഞാൻ താഴെ 5 മൾട്ടിപ്ലൈ ചെയ്ത കാരണം 5 മുകളിലും മൾട്ടിപ്ലൈ ആണ്. അത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പൊ ഞാനിത് നീറ്റായിട്ട് എഴുതുവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ 5 എടുത്ത് ഞാൻ ആദ്യം എഴുതുവാണേ. 5 പിന്നെ എന്ത് വന്നു? സൈൻ 5x ബൈ എന്താണ്? 5 ഇൻറ്റു എക്സ് എന്താണ്? 5x. ഓക്കെ അല്ലേടാ? എടാ ഇതിന്റെ ആൻസർ എന്താണ്? ഇതും കൂടി ചേരുമ്പോൾ ആൻസർ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ 5x എന്താണ്? 1. ഒരു 5 എക്സ്ട്രാ കിടപ്പില്ലേ? ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ ആൻസർ എത്രയാണ്? 5. സിമ്പിൾ. അപ്പോൾ ഇതിന്റെ ആൻസർ നോക്കുന്നത്, ഇതിന്റെ ആൻസർ 1. ഓക്കെ അല്ലേ? ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5 ആൻസർ. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ചില ക്വസ്റ്റ്യൻസ് അടുത്ത വേറൊരു ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 5. ഇത് നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് 5 വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ അല്ലേ? അതായത് നമുക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരും, എന്നിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അവിടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നമ്പർ ലൈനിന് ആദ്യം വരയ്ക്കുക. ഓക്കെ അല്ലേ? ഈ നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കുക. അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെയും 0 കേട്ടല്ലോ? 0 ആണ് പറഞ്ഞേക്കുന്നത്. ആ 0 നമ്മൾ നമ്പർ ലൈനിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? 0 നമ്മൾ നമ്പർ ലൈനിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നോക്കിയോ, 0യുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നോക്കിയോ, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ 2x + 3 ആ പറഞ്ഞേക്കുന്നത്. അപ്പൊ 0യുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 2x + 3 എടുക്കും. ഓക്കെ അല്ലേ? ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് 0യിനേക്കാളും വലുതാണെങ്കിൽ അവിടെ 3x + 3. അപ്പോൾ 0യിനേക്കാളും വലുതാണെങ്കിൽ അവിടെ 3x + 3. ഇതല്ലേ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി 0യിൽ എന്താണോ അതുകൂടി എഴുതണം. അതെങ്ങനെ എഴുതും? അത് സിമ്പിൾ ആണ്. ഈക്വൽ ടു വന്നിട്ടുള്ളത് ഏതാണോ അതാണ് 0യിൽ വരുന്നത്, 2x + 3. അപ്പൊ 0യിൽ നമ്മൾ 2x + 3 എഴുതി. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എഴുതി കഴിഞ്ഞാൽ
ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് നോക്ക്, ഇവിടെ എക്സ്റ്റെൻസ് ടു 0 ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രേക്ക് വന്ന പോയിന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. ഇനി ബ്രേക്ക് വരാത്ത പോയിന്റ്, അതായത് ഇവിടെ 0 വന്നേക്കുന്നത്, 0 അല്ലാത്തൊരു പോയിന്റ് ചോദിച്ചാൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x. അതെങ്ങനെ ചെയ്യുമെന്ന് പറയട്ടെ. ഇത് വളരെ സിമ്പിൾ. ഇത് ഇവിടെ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അത് നോക്കിയേ, അതിവിടെ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് അല്ല, അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻസ് ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 0 കഴിഞ്ഞ് 1 എവിടെ കിടക്കുമെന്ന് ആലോചിക്കണം. 0യുടെ ഇപ്പുറത്ത് കിടക്കുമോ അപ്പുറത്ത് കിടക്കുമോ? ഇവിടെ 1 ഏകദേശം ഇവിടെ ആയിരിക്കില്ലേ. അപ്പോൾ എക്സ്റ്റെൻസ് ടു 1 എന്ന് പറഞ്ഞാൽ നോക്ക്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1. ഈ എക്സ്റ്റെൻസ് ടു 1ലെ ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കണം. അതായത് 1ൽ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കണം. അത് 3x + 3 അല്ലേടാ, 3x + 3 അല്ലേ, അത് അവിടെ ഇട്ട് കൊടുക്കുക. 3x + 3 ഓക്കെ അല്ലേ. അപ്പോൾ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മറ്റേ പോളിനോമിയൽ ഫംഗ്ഷൻ ഫസ്റ്റ് ടൈപ്പ് അല്ലേ, 3x + 3. എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ 3 × 1 + 3, അതായത് 3 + 3. ആൻസർ എത്ര കിട്ടി? സിമ്പിൾ 6. ഓക്കെ അല്ലേ. ഇതാണ് ഈ ബ്രേക്ക് വന്ന പോയിന്റ് തന്നിട്ടില്ലെങ്കിൽ ചെയ്യേണ്ടത്. 0യിലാണ് വന്നേക്കുന്നത്, പക്ഷെ 1 ആ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, അത് ചെയ്യാം. പക്ഷേ ബ്രേക്ക് വന്ന പോയിന്റിലാണ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് 0യിലാണ് ബ്രേക്ക് വന്നിട്ടുള്ളത്, ലിമിറ്റ് 0യിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, f of 0 കണ്ടുപിടിക്കണം. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. വളരെ സിമ്പിൾ. എക്സ്റ്റെൻസ് ടു 0 ആയതുകൊണ്ടാണ് ഇത്രയും കണ്ടുപിടിക്കുന്നത്. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഓക്കെ, അത് കഴിഞ്ഞ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഓക്കെ, അത് കഴിഞ്ഞ് f of 0. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ. നോക്കടാ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവാൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, നമ്മുടെ പോയിന്റ് ഏതാണോ അത് തന്നെ 0. എന്നിട്ട് എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0യുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആരാണോ അതാണ് ഫംഗ്ഷൻ. നോക്ക്, 2x + 3, 2x + 3 ഓക്കെ അല്ലേ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു നമ്മുടെ പോയിന്റ് എന്താണോ അത് തന്നെ, 0യുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരാണോ അതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, 3x + 3 ഓക്കെ. ഇനി f of 0 എന്ന് പറഞ്ഞാൽ 0യിൽ കിടക്കുന്ന ആരാണോ അതാണ് 0യുടെ ഫംഗ്ഷൻ. നോക്ക്, 2x + 3. ഇനി ഒന്നുമില്ലടാ, എല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എക്സിന് പകരം എല്ലായിടത്തും 0 ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. 0 ആണ് നമ്മുടെ പോയിന്റ് അല്ലേ. അപ്പോൾ നോക്ക്, 2 × 0 + 3, 2 × 0 0 ആണ്, 0 + 3 ആൻസർ എത്ര കിട്ടി? 3. അപ്പോൾ നോക്ക്, ഇവിടെയും 3 × 0 + 3, അപ്പോൾ 0 + 3 ആൻസർ എത്രയാണ്? 3. ഇവിടെയും എന്താണ്, 2 × 0 + 3, 0 + 3 ആൻസർ എത്രയാടാ? 3. വളരെ സിമ്പിൾ. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആണ് അല്ലെ. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f of 0യും ഈക്വൽ ആണ് 3. അപ്പൊ നമ്മൾ എഴുതും എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x = ആൻസർ എത്രയാണ്? 3. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ബ്രേക്ക് വന്ന പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, f of 0 കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ. എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ. ആ ഫംഗ്ഷനെ നിങ്ങളൊരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുവാണ്. ആ നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ് ഡിഫറൻസിയേഷൻ. എന്താണ്? ഡിഫറൻസിയേഷൻ. കേട്ടല്ലോ. അപ്പൊ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കിട്ടൂലേ. ഓപ്പറേഷൻ ഒരു ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തു, ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് f' എന്നാണ് കേട്ടോ. ഒന്നുമില്ല, ഫംഗ്ഷനിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടൂല, ചെറിയ ചേഞ്ചിൽ ഒരു സാധനം കിട്ടി. ഈ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര് f' എന്നാണ്. ഈ കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെറിവേറ്റീവ്. എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എൻഡ് പ്രൊഡക്റ്റ് ഇല്ലേ, അതിൻ്റെ പേരാണ് ഡെറിവേറ്റീവ്. കേട്ടല്ലോ. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഡെറിവേറ്റീവ്. ആരെങ്കിലും നിങ്ങൾ ഡിഫറൻസിയേഷൻ നടത്തി, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ് ഡെറിവേറ്റീവ്. ആരെ വേണമെങ്കിലും നിങ്ങൾ ഡിഫറൻസിയേഷൻ നടത്തിക്കോ, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ എന്ത് പേര് പറയും? ഡെറിവേറ്റീവ് എന്ന് പറയും. ഓക്കെ അല്ലേ. ഇനി y = f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഫംഗ്ഷനെയാണ് നിങ്ങൾ ഡിഫറൻസിയേഷൻ നടത്തുന്നത്.
ഓക്കെ അല്ലേ? ഇങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ ആ ഫംഗ്ഷന് നമുക്ക് വേണമെങ്കിൽ dy/dx എന്ന് വിളിക്കാം, കേട്ടല്ലോ, ഡെറിവേറ്റീവിനെ. അല്ലെങ്കിൽ നമുക്ക് f(x) എന്ന് പറഞ്ഞ കാരണം f'(x) എന്ന് വിളിക്കാം. അല്ലെങ്കിൽ y എന്ന് വിളിച്ചിരിക്കുന്ന കാരണം y' എന്ന് വിളിക്കാം. അല്ലെങ്കിൽ y1 എന്ന് വിളിക്കാം. ഇഷ്ടമുള്ള പേര് വിളിക്കാം ഡെറിവേറ്റീവുകളെ, കേട്ടല്ലോ. ഇതിൻ്റെ അകത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് പേരുകളുമായിരിക്കും കേട്ടോ, dy/dxഉം f'(x)ഉം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ y1ഉം y' ഒക്കെ കയറി വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് ഡെറിവേറ്റീവ് ആണ്. നമ്മൾ എടുക്കുന്ന f'(xഉം dy/dxഉം തന്നെയാണ് എന്ത്, ഈ y1ഉം y' ഒക്കെ. ശ്രദ്ധിച്ചു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ ഒരു sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഫംഗ്ഷന് ശ്രദ്ധിച്ചാടാ, sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഫംഗ്ഷനിൽ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് f'(x). sin x-ന്റെ ഡെറിവേറ്റീവ്, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, sin x-ന്റെ ഡെറിവേറ്റീവ് cos x ആണ്, കേട്ടല്ലോ. ഇങ്ങനെ sin x-ന്റെ ഡെറിവേറ്റീവ് cos x ആണ് നമ്മൾ കാണാതെ പഠിക്കണം. ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം, ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. നോക്ക്, x-ന്റെ ഡെറിവേറ്റീവ് എപ്പോൾ എടുത്താലും 1. x⁻n ഡെറിവേറ്റീവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് nx⁻n-1 എന്ന് പറഞ്ഞാൽ എന്താ, x³ എക്സിൻ്റെ പവർ ആയിട്ടൊരു സാധനം വരുവാണെന്ന് വിചാരിച്ചു. അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും, ഈ 3 ഇറക്കി താഴത്തേക്ക് എഴുതണം, അപ്പോൾ 3x. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് 1 കുറച്ച് എഴുതണം, 3-1. ഇത്രേ ഉള്ളൂ. അതാ അവർ പറഞ്ഞേക്കണം. ഈ n ഇറക്കി താഴത്തേക്ക് എഴുതി, x⁻n 1 കുറച്ച് എഴുതണം. നോക്ക്, അപ്പോൾ x⁵5 ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ 5 ഇറക്കി താഴത്തേക്ക് എഴുതി, അപ്പോൾ 5x. ഇനി മുകളിൽ 5 1 കുറച്ച് എഴുതണം. അത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം നോക്ക്, ഇനി √x-ൻ്റെത് 1/2√x, 1/x-ൻ്റെത് -1/x². പിന്നെ ഇത് കാണാതെ പഠിക്കണം. sin x cos x, cos x minus sin x, tan x sec²x, cosec x minus cosec x, cot x sec x, sec x tan x, cot x minus cosec²x. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഇത് പഠിക്കാതെ ഇനി പറയാൻ പോകുന്ന ഒന്നും മനസ്സിലാവില്ല, കേട്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ഒരെണ്ണം പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് തരും. നോക്കിയേ, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് തരും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നോക്കിക്കോ, f(x) എന്നും പറഞ്ഞ് അവർ ചിലപ്പോൾ തരും x³ പ്ലസ് sin x മൈനസ് tan x. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫൈൻഡ് f'(x) എന്നോ ഫൈൻഡ് dy/dx എന്നോ ഫൈൻഡ് ഡെറിവേറ്റീവ് എന്നോ ആയിരിക്കും ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് താഴത്തേക്ക് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, ഇത്രേ ഉള്ളൂ. പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. നോക്ക്, x³ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ 3 ഇറങ്ങി താഴത്തേക്ക് വന്നു, അപ്പോൾ 3x. ഇനി 3 1 കുറച്ച് മേളിൽ എഴുതി, 3-1. ഓക്കെ അല്ലേ? പ്ലസ് sin x-ൻ്റെ കാണാതെ പഠിക്കണം, എന്താണ്, cos x. മൈനസ് tan x-ൻ്റെ കാണാതെ പഠിക്കണം, എന്താണ്, sec²x. ഓക്കെ അല്ലേടാ? സിമ്പിൾ. അപ്പോൾ നോക്ക്, 3 × x⁻³ എന്ന് പറഞ്ഞപ്പോൾ 2 cos x മൈനസ് sec²x. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുക, ആ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. അതേ ക്വസ്റ്റ്യൻ നോക്കേ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് 3x മൈനസ് 5. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോക്ക്, x²ൻ്റെ ഡെറിവേറ്റീവ് വേണം നമുക്ക്. x² ഇല്ലേ അവിടെ, x²ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഈ 2 ഇറങ്ങി താഴത്തേക്ക് വന്നു, x⁻²-1. അപ്പോൾ 2x⁻1 എന്ന് വരും. 2x⁻1 എന്ന് പറഞ്ഞാൽ 2x. അടുത്തത് 3x-ൻ്റെ ഡെറിവേറ്റീവ് വേണം, 3x. 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ വെച്ചു. x-ൻ്റെ ഡെറിവേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ്. x-ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണാതെ പഠിച്ചതാണ് 1. അപ്പോൾ 3 × 1 ആൻസർ എന്ത് വന്നു, 3. അടുത്തത് 5-ൻ്റെ ഡെറിവേറ്റീവ് ആണ്. 5 എന്ന് പറഞ്ഞാൽ x ഇല്ലാത്ത ഒരാളാണ്. x ഇല്ലാത്ത ആളെ എപ്പോഴും കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ അത് എഴുതിയിട്ടില്ല കേട്ടോ. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ്, അതായത് x ഇല്ലാത്ത ആൾക്കാർ 3യോ kയോ hോ ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം, ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. f'(x) x²ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, 2x പ്ലസ് 2. 3x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 3 മൈനസ് 5-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 0. അപ്പോൾ ആൻസർ 2x പ്ലസ് 3 എന്ന് വന്നു. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഈ സാധനം. നോക്ക്,
എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള സാധനത്തിന്റെ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എടുക്കുവാണ് കേട്ടോ. നമ്മൾ ഈ എക്സ് ക്യൂബ് പറഞ്ഞിട്ടുണ്ട്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ പറയൂടാ? ഈ 3 ഇറങ്ങി താഴത്തേക്ക് വരട്ടെ. അപ്പൊ 3x⁻³ അപ്പൊ 3x⁻² എന്ന് വരും. ഓക്കെ അല്ലേ? സിമ്പിൾ. പിന്നെ ഒരു കോസ് എക്സ് വന്നിട്ടുണ്ട്. അപ്പൊ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin x. കാണാതെ പഠിക്കണം, പറഞ്ഞതാണ്. പിന്നെ ഒരു എക്സ് വന്നിട്ടുണ്ട്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ തുടങ്ങുവാണ്. 4 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. പക്ഷെ 4 ഒറ്റക്ക് കിടന്നാൽ 0 ആണ്. എക്സിന്റെ കൂടെ കിടന്നാൽ അതിനെ എടുത്തോളാം. കേട്ടല്ലോ? വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ 4 എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വേണം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, 3x² അല്ലെ? പ്ലസ് 3 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, -sin x. ഓക്കെ അല്ലേ? -5 അതുപോലെ തന്നെ വെച്ചു. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? 1. സിമ്പിൾ. ഇനി ഒന്ന് നീറ്റാക്കി എഴുതിയാൽ മതിടാ. 4 × 3 എത്രയാണ്? 12x². ഈ പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ആവും. ഓക്കെ അല്ലേ? പിന്നെ എന്താണ്? ഒരു 3 sin x. ഇവിടെ -5 × 1 5. സിമ്പിൾ. ഇത്രേ ഉള്ളൂ ആൻസർ. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത ടൈപ്പിന്റെ പ്രത്യേകത, നമ്മളിപ്പോൾ പറഞ്ഞത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിലാണ് ഈ ഒരു മോഡൽ. ഇനി ചിലപ്പോൾ 2 ഫംഗ്ഷനുകൾ f(x) = ഇങ്ങനെ തരൂടാ, f(g) 2 എണ്ണം ഇൻറ്റു ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ y = ഇങ്ങനെ 2 ഫംഗ്ഷനുകൾ f(x) × g(x) എന്നും പറഞ്ഞ് 2 ഫംഗ്ഷനുകൾ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് തരും. അപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് റൂള് വെച്ച് ചെയ്യണം. ഒരു റൂൾ ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ, വളരെ ഇമ്പോർട്ടന്റ്. ഒരു ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും, രണ്ടാമത്തെ ഫംഗ്ഷന് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. എന്നിട്ട് ശ്രദ്ധിച്ചോളണം, ഇതിന്റെ ഡെറിവേറ്റീവ് വരുന്നത് ഇങ്ങനെയാണ്, dy/dx = ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണോ അതുപോലെ തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതിന് നമുക്ക് g'(x) എന്ന് വിളിക്കാം അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ്. ഇനി പ്ലസ് ഇടുക, ഇനി തിരിച്ചെഴുതുക. രണ്ടാമത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക, f'(x). ഇതാണ് ആൻസർ. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്തിരി വലിപ്പം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയടാ, 2 ഫംഗ്ഷനുകൾ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? 2 ഫംഗ്ഷനുകൾ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് വളരെ സിമ്പിൾ. 2 ഫംഗ്ഷനുകൾ ഇൻറ്റു ചെയ്തിരിക്കുവാണ്, എനിക്ക് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തതിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ അല്ലേ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തതിന്റെ ഡെറിവേറ്റീവ്. ഇത്രേ ഉള്ളൂ. ഇത് പഠിക്കാനാടാ, ഇത് പഠിച്ചാൽ മതി. നോക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തതിന്റെ ഡെറിവേറ്റീവ്. ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തതിന്റെ ഡെറിവേറ്റീവ്. ഇത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേ നോക്ക്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x × sin x. ഓക്കെ അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ഒരെണ്ണത്തിന് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. നമുക്കപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഡെറിവേറ്റീവ് വേണം. അതൊന്ന് സൈഡിൽ എഴുതി വെക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1, sin എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? cos x. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തതിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? എക്സ് ഇൻറ്റു രണ്ടാമത്തതിന്റെ ഡെറിവേറ്റീവ് വേണം, sin എക്സിന്റെ ഡെറിവേറ്റീവ് cos x. ഓക്കെ അല്ലേ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആരാടാ? sin x ഇൻറ്റു ആദ്യത്തതിന്റെ ഡെറിവേറ്റീവ് വേണം, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ ടു, നോക്കിയേ, എക്സ് ഇൻറ്റു cos x എന്താണ്? എക്സ് cos x പ്ലസ് sin x ഇൻറ്റു 1 എന്താടാ? sin x. ഇത്രേ ഉള്ളൂ. സിമ്പിൾ, സിമ്പിൾ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ് റൂൾ കഴിഞ്ഞ് വരുന്നത് കോഷ്യൻ റൂൾ. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. ഇനി ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ചോദിക്കും. അതായത് സിമ്പിൾ, ഇതേ നോക്കടാ, ഒരു ഫംഗ്ഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുവാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് കോഷ്യൻ റൂൾ. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ പ്രൊഡക്റ്റ് റൂള്, ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കോഷ്യൻ റൂള്. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആടാന്ന് നോക്കൂ. താഴത്തെ ഫംഗ്ഷൻ, താഴത്തുനിന്ന് തുടങ്ങണേ, താഴത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എടുക്കുക.
മുകളിലത്തതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എഫ് ഡാഷ് എക്സ്, എന്നിട്ട് മൈനസ് ഇടുക, അവിടെ പ്ലസ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് മുകളിലത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എടുക്കുക, താഴത്തതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക ജി ഡാഷ് എക്സ്. കഴിഞ്ഞിട്ടില്ല, ഇനി താഴെ ഈ താഴത്തെ ഫംഗ്ഷൻ്റെ സ്ക്വയർ കേട്ടല്ലോ, ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഇത് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ മറ്റേ 1 2 ഇട്ട് കാണിച്ചു തരാം. അതാണ് വളരെ സിമ്പിൾ. നിങ്ങൾക്ക് 2 ഫംഗ്ഷനുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. താഴെ വരേണ്ടത് എന്താണോ താഴത്തെ ഫംഗ്ഷൻ അതിൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേടാ? ഇനി എന്ത് ചെയ്യണം? താഴത്തെ ഫംഗ്ഷൻ എന്താണോ അത് ഇൻറ്റു മുകളിലത്തതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എന്താണ്? മുകളിലത്തെ ഫംഗ്ഷൻ എന്താണോ അത് ഇൻറ്റു താഴത്തതിൻ്റെ ഡെറിവേറ്റീവ്. വളരെ സിമ്പിൾ. മറന്നു പോരുത്, താഴത്തുനിന്ന് വേണം തുടങ്ങാൻ. ഒരു യുവും വി ഇട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. നോക്ക്, ആൻസർ എങ്ങനെ വരും? വളരെ സിമ്പിൾ. താഴെ വന്നിട്ടുള്ള ആരാണോ അവൻ്റെ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മുകളിലത്തതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തതിൻ്റെ ഡെറിവേറ്റീവ്. ഇതൊന്ന് പറഞ്ഞാൽ ശരിയാവൂടാ. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മുകളിലത്തതിൻ്റെ ഡെറിവേറ്റീവ്, മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തതിൻ്റെ ഡെറിവേറ്റീവ്. ഇത്രേ ഉള്ളൂ. മൈനസ് ആണെന്ന് ഓർത്താൽ മതി. താഴത്തതിൻ്റെ സ്ക്വയറും വരും. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്ക്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ടാൻ എക്സ്. എക്സ് സ്ക്വയർ ബൈ ടാൻ എക്സ്. ഓക്കെ അല്ലേ? സിമ്പിൾ സിമ്പിൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിനും ഡെറിവേറ്റീവ് ആദ്യം എഴുതി വെക്കാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ അല്ലേ? അതെങ്ങനെ വന്നു? ഈ 2 ഇറങ്ങി താഴത്തേക്ക് വന്നു. എക്സ് റൈസ് ടു 2 - 1, അപ്പോൾ 2x റൈസ് ടു 1, അതായത് 2x. ഓക്കെ അല്ലേ? ഇനി ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ നോക്ക്, നമ്മൾ പറഞ്ഞു ഇത് ഏകദേശം യു വി എന്നും പറഞ്ഞാൽ കിടക്കുന്നത്. എങ്ങനെ എടുക്കണമെന്നാണ് പറഞ്ഞത്? വളരെ സിമ്പിൾ. താഴത്തതിൻ്റെ സ്ക്വയർ. ഇനി എന്താണ്? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മുകളിലത്തതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. താഴെ ആരാണോ വന്നത് അവൻ്റെ സ്ക്വയർ എഴുതി, ടാൻ എക്സിൻ്റെ സ്ക്വയർ എഴുതി. ഓക്കെ. ഇനി മുകളിൽ എഴുതുന്നതാണ് താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു മുകളിലത്തതിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. മൈനസ് ഇടണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു താഴത്തതിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് നീറ്റായിട്ട് എഴുതിയാൽ എന്ത് വരും? ഈ 2x ഞാൻ ആദ്യം എഴുതി. 2x ടാൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സിൻ്റെ സ്ക്വയർ, അതായത് ടാൻ സ്ക്വയർ എക്സ്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എന്താണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അതുപോലെ സൈൻ എക്സിൻ്റെ എന്താണ്? കോസ് എക്സ് ആണ്. അതുപോലെ കോസ് എക്സിൻ്റെ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അതുപോലെ എക്സിൻ്റെ എന്താണ്? 1 ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെ കിട്ടി? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച മെത്തേഡാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ്. എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇതുപയോഗിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിക്കും. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യും എന്ന് പഠിക്കണം. വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. വളരെ സിമ്പിൾ. നോക്ക്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്തെഴുതും? ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഴുതും. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഏതാണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, അതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. കേട്ടല്ലോ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, അതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് വൈ ആയിരുന്നെങ്കിലോ വൈ സ്ക്വയർ, എഫ് ഓഫ് കെ ആയിരുന്നെങ്കിലോ കെ സ്ക്വയർ. പക്ഷേ ഈ ഇക്വേഷൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കൂടിയുണ്ട് അല്ലേ? എടാ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ,
എന്താണോ ഇതിൻ്റെ അകത്ത് വരുന്നത് അതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? എന്താണോ ഇതിൻ്റെ അകത്ത് വരുന്നത് അതിൻ്റെ സ്ക്വയർ എടുക്കണം. എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി അത് രണ്ടും കൂടി കൊണ്ടുവന്ന് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ പരിപാടി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമുക്ക് കിട്ടി. എന്താണ്? എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്? എക്സ് സ്ക്വയർ ബൈ താഴെ എന്തുണ്ട്? എച്ച്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക. സിമ്പിൾ. അപ്പോൾ ഇവിടെ എങ്ങനെ വരുവാടാ? ഇതേ നോക്ക്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ അല്ലേ? എക്സിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എക്സ് സെക്കൻഡ് നമ്പർ എച്ച് പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ഒരു എക്സ് സ്ക്വയർ കിടപ്പുണ്ട് ബൈ താഴെ എന്തുണ്ട്? ഒരു എച്ച്. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ഒന്ന് നീറ്റാക്കി ഇപ്പുറത്തേക്ക് എഴുതുവാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x എച്ച് എന്ന് പറഞ്ഞാൽ 2x എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ താഴെ എന്തുണ്ട്? എച്ച്. ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയറും പ്ലസ് മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആൻസർ നോക്കിയടാ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ ഒരു 2x എച്ച് ഉണ്ട് പ്ലസ് ഒരു എച്ച് സ്ക്വയർ ഉണ്ട്, താഴെ ഒരു എച്ച് ഉണ്ട്. ഇവിടെ നോക്കി വളരെ സിമ്പിള്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ടിടത്തും വെച്ചുണ്ടല്ലേ? ഈ ടേമിൽ വെച്ചുണ്ട്, ഈ ടേമിൽ വെച്ചുണ്ട്. ആ എച്ച് ഞാൻ കോമൺ എടുക്കുവാണ്. 2xൽ നിന്ന് എച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 2x പ്ലസ് എച്ച് സ്ക്വയറിൽ നിന്ന് എച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി എച്ച്, താഴെ ഒരു എച്ച് ഉണ്ട്. ഈ ഒരു എച്ചും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ നോക്കടാ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആൻസർ എന്ത് വന്നു? 2x പ്ലസ് എച്ച്. ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പോളിനോമിയൽ ഫംഗ്ഷൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ എച്ചിന് പകരം 0 ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്ത് വന്നു? 2x ഇൻറ്റു 2x പ്ലസ് എച്ചിന് പകരം 0 ഇട്ടു. 2x പ്ലസ് 0 എന്ത് കിട്ടി? 2x. നോക്ക്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വഴി ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x കിട്ടി. അത് തന്നെയല്ലേ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്? ഇതുപോലെ ചെയ്യണം. ഇതുപോലെ സൈൻ എക്സ് ചോദിക്കാം, കോസ് എക്സ് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്ന് ചെയ്ത് നോക്കുക. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്റർ.